ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ചെന്നൈ ഇസ്കൺ ടെമ്പിളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻട്രൻസിൽ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രവേശനം ഉള്ളത്. ഡെക്കറേഷൻസൊക്കെ വളരെ നന്നായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ അമ്പലമൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. എത്ര ക്രൗഡ് ഉണ്ടെങ്കിലും അത് നന്നായി മാനേജ് ചെയ്യുന്നുണ്ട് അവർ. കൃഷ്ണനെ ഒരു ഊഞ്ഞാലിലിരുത്തിയിട്ട് നമ്മളെ കൊണ്ട് അത് ആട്ടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഫ്രഷ് ജ്യൂസ് കൗണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. തൊഴുത് ഇറങ്ങി വരുന്ന സ്ഥലത്ത് തന്നെ പ്രസാദ കൗണ്ടർ ഉണ്ട്. പൊങ്കലായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രസാദം. കൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അവരൊരു സ്റ്റാള് തുടങ്ങിയിട്ടുണ്ട്. കുറേ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ വീട്ടിലേക്ക് നമുക്ക് ഡെക്കർ ഐറ്റംസും ഡ്രസ് മെറ്റീരിയൽസ്, കുർത്താസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അഫോർഡബിൾ റേറ്റ്സിൽ തന്നെയാണ് എല്ലാ ഐറ്റംസും ഉള്ളത്. ക്ലേ അതുപോലെ തന്നെ ബ്രാസ് ഐറ്റംസ് കൊണ്ടുള്ള ഹോം ഡെക്കേഴ്സാണ് കൂടുതലുള്ളത്. ഭഗവത്ഗീത, രാമായണ തുടങ്ങിയ ഹോളി ബുക്സിൻ്റെ ഒരു സ്റ്റാള് കൂടെ ഉണ്ടായിരുന്നു. കൃഷ്ണ വിഗ്രഹങ്ങളുടെ പല സൈസിലും അതുപോലെ തന്നെ ഷേപ്പിലുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ മറ്റ് ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. ഇത് വീട്ടിലേക്കുള്ള ഹോം ഡെക്കർ ഐറ്റംസ് ആൻഡ് വാൾ ഹാങ്ങിങ്സിൻ്റെ സെക്ഷനാണ്. ഇത് വളരെ പെർഫെക്ഷനോട് കൂടിയിട്ടും അതുപോലെ തന്നെ കളേഴ്സ് എല്ലാം യുണീക്കായിട്ടുള്ള കുറേ ഡിഫറെൻറ്റ് പീസസ് ഉണ്ടായിരുന്നു. ഇത് ഈ ക്ഷേത്രത്തിൽ തന്നെയുള്ള കൃഷ്ണൻ, രാധ ആ ഫോട്ടോസിൻ്റെ ഫ്രെയിമാണ് കേട്ടോ. ഈ ഫോട്ടോസിൻ്റെയൊക്കെ റേറ്റ് 200-250 ഉള്ളിലാണ്. ഇതിലും വില കൂടിയ ഫോട്ടോ ഫ്രെയിംസും അവൈലബിൾ ആണ്. പൂജ ഐറ്റത്തിൻ്റെ സ്റ്റോളാണിത്. ഈ ഒരു സ്റ്റോൾ എന്ന് പറയുന്നത് നമ്മുടെ കീ ചെയിൻസ്, പിന്നെ കാറിൽ വെക്കുന്ന കൃഷ്ണൻ്റെ ചെറിയ ഐഡൽസ് ഇതൊക്കെയാണ്. ഇത് എൻട്രൻസിൽ തന്നെയുള്ള ഫ്രീ ചപ്പൽ കൗണ്ടറാണ്. വളരെ നന്നായിട്ട് തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടെമ്പിൾ വിസിറ്റ് വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ജയ് ശ്രീ കൃഷ്ണ.